ഏതൊരു കുട്ടിയാണെങ്കിലും നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും അവരിലുള്ള മുഴുവൻ കഴിവുകളും ആ പഠിക്കുന്ന കാലഘട്ടത്തിലല്ല പുറത്തു വരാം. ഒരു സർഗാത്മക കുറെ കഴിവുകളൊക്കെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. പക്ഷെ അവര് ചില കുട്ടികൾ നമ്മൾ പലപ്പോഴും ഇപ്പൊ നമ്മളെ കൂടെ പഠിച്ചവരെ കാണുമ്പോൾ ഇപ്പൊ ഒന്നും പഠിക്കാതെ, ഇപ്പൊ എന്റെ കൂടെ പഠിച്ച ഒന്നും പഠിക്കാതെ അല്ലെങ്കിൽ വളരെ എപ്പോഴും ബാക്കിലേക്ക് പോയിരുന്ന പല കുട്ടികളും ഇന്നത്തെ കോടീശ്വരന്മാരാണ്. അപ്പൊ ഞാൻ ചിന്തിക്കും, ഞാനൊക്കെ ഒരു ആവറേജ് അതിന് മേലെ നിന്നിരുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ഞാനിപ്പോ ഏൺ ചെയ്യുന്ന, ഒരു മാസം ഏൺ ചെയ്യുന്ന സാലറി എന്ന് പറയുന്നതിന്റെ 10 ഇരട്ടിയാണ് അവരൊരു മാസം ഏൺ ചെയ്യുന്നത്. അതെ, പഠിക്കാത്തവർ യെസ് ഏൺ ചെയ്യുന്നത്. അവരിപ്പോ സമൂഹത്തിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. പക്ഷെ അവർക്കൊരു വൈറ്റ് കോളർ ജോബ് ഇല്ല എന്ന് മാത്രമാണ് അവരുടെ ഒരു പോരായ്മ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു വൈറ്റ് കോളർ ജോബ് ഉണ്ട്. പക്ഷെ ഏൺ ചെയ്യുന്ന അത്രയും എനിക്ക് ഏൺ ചെയ്യാനുള്ള എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് കപ്പാസിറ്റി ഇല്ലാഞ്ഞിട്ടല്ലത്, പക്ഷെ എനിക്കത് കിട്ടുന്നില്ല. കാരണം ഞാൻ ചൂസ് ചെയ്തത് ഒരു വേറിട്ട വഴി ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യം, പഠിച്ചിട്ടുണ്ട്, ഇവിടെ ഇത്രയും ഏൺ ചെയ്യുന്നുണ്ട്, ഇതിനേക്കാൾ കൂടുതൽ അവരെ പോലെ കുറച്ചുകൂടി എനിക്ക് ഏൺ ചെയ്യണം. അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെ എനിക്ക് മാറാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു കാര്യം, ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ ആഗ്രഹിച്ചിട്ട് നമ്മൾ ചെന്ന് പെടുന്ന ഒരു സ്ഥലം, നമ്മൾ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പലർക്കും പൊളിഞ്ഞു പോവാറുണ്ട്. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ഒരു ശക്തമായ കറക്റ്റായിട്ട് ജെനുവിനിറ്റി ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതും വലിയൊരു താഴ്ചയിലേക്ക് പോകാറുണ്ട്.